പ്രജിതേ, ഈ മനുഷ്യാസ്ഥിയിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു മയക്കുമരുന്ന്, ഒരു വല്ലാത്ത ഒരു ഇതൊക്കെയാണ് എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലേക്കും എത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മനുഷ്യ അസ്ഥിയിൽ നിന്നാണ്. അതെ, ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതല്ല, ആ രാസലഹരിയുടെ പേര് കുഷ് എന്നാണ് അതിനെ പറയുന്നത്. അതിന്റെ പേര് അതാണ്. അപ്പൊ അതുമായിട്ട് ഒരു ശ്രീലങ്കയിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ലേഡിയാണ്. ഈ കുഷിന്റെ വേട്ട നടക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇത് വേട്ടയാടിയിട്ടുള്ള പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. 45 കിലോഗ്രാം ലഹരി മരുന്നുമായിട്ടാണ്, അതായത് 45 കിലോഗ്രാം കുഷുമായിട്ടാണ് ഒരു മുൻ എയർ ഹോസ്റ്റസും ലണ്ടൻ സ്വദേശിനിയുമായിട്ടുള്ള ഷാർലറ്റ് മെയ്ലി എന്ന് പറയുന്ന സ്ത്രീ ശ്രീലങ്കയിൽ പിടിയിലായിട്ടുണ്ട്. ശ്രീലങ്കയിൽ കൊളംബോയിലെ ബന്ദാരനായകെ വിമാനത്താവളത്തിലാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. ആ ശ്രീലങ്കയിൽ പിടികൂടുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു സാധ്യത കടൽ കടന്നൊക്കെ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് അധികം സമയം ശ്രീലങ്ക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല. എവിടെ നിന്നെല്ലാമല്ലോ മരുന്ന് ഏതെല്ലാം വഴി കടന്ന് നമ്മുടെ നാട്ടിൽ എത്തുന്ന. അപ്പൊ എന്തായാലും നമ്മുടെ അധികൃതരൊക്കെ ഏതാണ്ട് വളരെ ജാഗ്രതയോടെ അലർട്ടായിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ് ഇത്. എന്താ പറയാ, വെസ്റ്റ് ആഫ്രിക്കയിൽ നിർമ്മിക്കുന്ന ഒരു ലഹരി മരുന്നാണ്. ഇതിന് ഏകദേശം ഇത് പിടിയിലാകുമ്പോ 28 കോടി രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നാണ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ 25 വർഷം വരെ തടവ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്താകെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ കുഷ്വേട്ടയാണ് അത്രേ ഈ നടന്നിട്ടുള്ളത്. കുഷ് എന്നാണ് പറയുന്നത്. ഇതിന് സോംബി മയക്കുമരുന്ന് ആ രീതിയിലും വിളിക്കുന്നുണ്ട്. ഈ 21 വയസ്സേ ഉള്ളൂ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പിടിയിലായ സ്ത്രീക്ക് 21 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മുൻകാല പരിചയമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും പറയുന്നുണ്ട് അവര്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഏജൻസികളൊക്കെ കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ ചെയ്യും. ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടിക്രമങ്ങളിലേക്കും പോകും. അവർക്ക് ശിക്ഷ ലഭിക്കുമെന്നുള്ളതൊക്കെ ഉറപ്പ് തന്നെയാണ്. ഈ 7 വർഷം മുമ്പാണ് ഈ വെസ്റ്റ് ആഫ്രിക്കയില് ഈ ലഹരി മരുന്ന് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. 7 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ സുലഭമായിട്ടുള്ള രീതിയിലൊക്കെ കണ്ടെത്താൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ചില അതിമാരകമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കേൾക്കുന്ന ഈ MDMA, സ്റ്റാമ്പ്, ഇതൊന്നും ഒന്നുമല്ല. ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഇനിയിപ്പോ ഇതൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് മടുത്തവർ ഇതിന്റെ പുറകെ പോകാതിരിക്കണം എന്നുള്ളതാണ്. ജാഗ്രത വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പൊ തന്നെ ഈ MDMA, ഈ സ്റ്റാമ്പ്, മയക്കുമരുന്നിന്റെ ഉപയോഗമൊക്കെ വളരെ കൂടുതലാണ് നമ്മുടെ തലമുറയിലേക്ക്, ഈ ഇന്നത്തെ തലമുറയിലേക്ക് അയഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയങ്ങൾ എടുത്തിടും, ഇത് ശക്തമാക്കും. അപ്പൊ കുറെ നേരം പഴയ പ്രശ്നങ്ങൾ മീഡിയ ഇത് മാത്രം കൊണ്ടു നടക്കും. അപ്പൊ നടക്കേണ്ട കച്ചവടങ്ങളും ഒതുക്കേണ്ട വിഷയങ്ങളും ഒക്കെ അവിടെ നല്ലതാ, വളരെ നല്ലതാ. അങ്ങനെയൊക്കെ വേണം, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു ഇതിന്റെ ദുരുപയോഗത്തിനെതിരെ കഴിഞ്ഞ വർഷം ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സിയറ ലിയോൺ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ മയങ്ങി വീഴും. ഇതൊക്കെയാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2024 തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരാൻ തുടങ്ങിയത്. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും ഈ പറയുന്ന സിയറ ലിയോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ഇത് ഉപയോഗിച്ച് ആശുപത്രിയിലായത്. അതും 18-നും 25-നും ഇടയിലുള്ള യുവാക്കൾ എന്ന് തന്നെ പറയേണ്ടത്. നമ്മൾ ഏറ്റവും ചെറുപ്പം പ്രായമാണ്. അത്തരത്തിലുള്ള യുവാക്കളാണ് ഇതെല്ലാം ഉപയോഗിച്ച് അഡിക്റ്റഡ് ആയിട്ട് ജീവിതം തന്നെ പോയി കിടക്കുന്നത്. അപ്പോൾ ഇത് ചില വിഷപദാർത്ഥങ്ങളുണ്ട്. ഈ വിഷപദാർത്ഥത്തിനൊപ്പം ഈ പറയുന്ന മനുഷ്യന്റെ അസ്ഥിയുടെ ഭാഗങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ മനുഷ്യാസ്ഥി എവിടെ നിന്ന് എന്നുള്ള ചോദ്യവും വരും. ശവകുടീരങ്ങളിൽ നിന്നായിരിക്കും.
ഇത് ഉപയോഗിക്കുന്നവർക്ക് അത് തോണ്ടിയെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അല്ല, ഇത് ശരിക്കും ഇതിന്റെ മാനുഫാക്ചറിങ് പോലെ അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെയാണ് ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കുന്ന അങ്ങനെയൊക്കെയാണ് അങ്ങനെയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിന് എന്താ പറയാ, ഇതിനെ ശരിക്കും പറയുന്നത് സൈക്കോ ആക്റ്റീവ് മയക്കുമരുന്ന് എന്നാണ് ഇതിനെ പറയുന്നത്. മാനസിക സൈക്കോ ആക്റ്റീവ് മയക്കുമരുന്ന് എന്ന് പറയുന്നത് അതിന്റെ ഒരു ദുരന്ത ഫലം എത്രത്തോളം ഭയാനകമായിരിക്കും. മാനസിക രോഗത്തിന് പ്രശ്നങ്ങൾ, മാനസിക രോഗ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. കഞ്ചാവ്, ഫെന്റനൈൽ, ട്രമാഡോൾ, ഫോർമാൽഡിഹൈഡ്, മനുഷ്യാസ്ഥി എന്നിവയൊക്കെയാണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതൊന്നും വായിൽ ഒതുങ്ങുന്ന ഒരു പേര് പോലും അല്ല. ആകെ മനുഷ്യാസ്ഥി മാത്രമാണ് എന്റെ വായിൽ ഒതുങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഞാനത് പറയുമ്പോഴും ചിരിക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഇത് ഈ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞതിൽ സിയറ ലിയോണിൽ കഞ്ചാവ് വളരുന്നുണ്ട്. പക്ഷെ ചൈനയിലെ രഹസ്യ ലബോറട്ടറികളിലാണ് ഈ ഫെന്റനൈൽ എന്ന് പറയുന്ന വിഷപദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. ഇത് ഇവിടെ നിർമ്മിച്ച ശേഷം പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ എത്തിക്കുന്നു. ട്രമഡോളിന് സമാനമായിട്ടുള്ള ഒന്ന് ഏഷ്യയിലെ പല അനധികൃത ലബോറട്ടറികളിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് അപ്പോൾ കോടികളുടെ ട്രില്യൺസും ബില്യൺസും ഒക്കെ അല്ലെ, ട്രില്യൺസ് ഒക്കെ മറിയുന്ന വിപണനമാണ് ഇതിന്റെ നടക്കുന്നത്. ഇതില് ഫോർമാൽഡിഹൈഡ് മാനസിക വിഭ്രാന്തിക്ക് കാരണമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോ കുഷിൽ കാണപ്പെടുന്ന മനുഷ്യാസ്ഥികൾ എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ച രീതിയിലായിരിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ കൊല്ലും കൊലയും ആയിരിക്കണം. മനുഷ്യാസ്ഥി പിന്നെ എവിടെ നിന്ന് കിട്ടാനാണ്? തീർച്ചയായിട്ടും അതൊരു ചോദ്യമല്ലേ. മനുഷ്യാസ്ഥി പിന്നെ എവിടെ നിന്ന് കിട്ടും? അതൊരു പ്രധാനപ്പെട്ട കൂട്ടമരണങ്ങളൊക്കെ നടക്കുന്ന നിരവധി സ്ഥലങ്ങളും ഉണ്ടല്ലോ. അതെ. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോ ഉല്ലാസം ഉണ്ടാവും, ഉറക്കം ഉണ്ടാവും, ബോധം നഷ്ടപ്പെടും. ഇതിനാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹൈപ്പറായിട്ട് നിൽക്കുക, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുക, ചിലപ്പോൾ സോംബിയെ പോലെ നടക്കുക, ഇതെല്ലാം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ പറയുന്ന ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം അതിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നത്, ആ സമയത്ത് ഈ കുഷ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സിയറ ലിയോണയിൽ നിന്ന് വന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് വന്നതിൽ ഈ അസ്ഥികൾക്കായിട്ട് കുഴിമാടങ്ങൾ കുഴിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അത് അങ്ങനെയല്ലാണ്ട് ഇത് കിട്ടാനുള്ള വഴിയില്ല. അതായത് മരിച്ചുപോയവനും രക്ഷയില്ല, ആ ബോഡിക്കും രക്ഷയില്ലാത്ത രീതിയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം ലോകമാകെയുള്ള യുവാക്കളിൽ ഞാൻ കഴിഞ്ഞിടക്ക് ചേട്ടാ കഴിഞ്ഞ 2-3 തവണ ഒരു വീഡിയോ കണ്ടു, റീലിലാണ് കണ്ടത്. അപ്പൊ ഒരു യുവാവ് ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. അത് ഏതോ ഒരു നാടിന്റെ വിദേശ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ, നമ്മൾ പറയും ചില മുക്കുമൂലയുണ്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ അധികൃതർ കണ്ണോടിക്കാതെ അവിടെ എന്തും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ആ സ്ഥലത്ത് പോയിട്ട് എടുത്തിട്ടില്ല. ഈ ആളുകള്, യുവാക്കളെ എന്ന് പറയുന്നത് ഇരുന്ന് കരയുക, ഇങ്ങനെ ശരിക്കും വില്ല് പോലെ വളഞ്ഞു നിൽക്കുക, മുഖത്തിന് ഇങ്ങനെ ഒരു നമ്മൾ വിചാരിച്ചെടുത്ത് നമ്മുടെ മുഖം നിൽക്കുന്നില്ല. അതെ, ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞു നിൽക്കുക. ഇതൊക്കെയാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ഈ വാർത്ത കണ്ടപ്പോഴേ ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിൽ അതിൽ ആ യുവാവ് പറയുന്നുണ്ട്, മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി അവരുടെ പേശികൾക്കൊന്നും ബലമില്ല, ശക്തി ക്ഷയിച്ചു പോയി. അപ്പൊ അവർക്ക് ഒന്നിനും പറ്റാതെയായി, എല്ലുകൾക്കും ബലക്ഷയമായി. അതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പൊ ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ ഇത്രയൊക്കെ ദുരന്തം വരുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് പോയിട്ട് ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആ രാജ്യം ഒരുപക്ഷെ ഈ പറയുന്ന രാജ്യമാണോ എന്നുള്ള ചിന്ത ആ റീലിൽ കണ്ട ആ പോർഷൻ എന്ന് ഭീകരമാണ് ചേട്ടാ. ഇരിക്കുന്നിടത്ത് പോലും നേരെ ഇരിക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. വാവിട്ട് കരയുന്ന ഒരു അവസ്ഥ. ബോഡി അവിടെ വെച്ചിട്ട് ഒരാൾ ബോഡി ഇങ്ങനെ വെക്കാൻ ശ്രമിക്കുന്നു, ആ ബോഡി ഇങ്ങനെ വീണു പോകുന്നു, അവർക്ക് കഴിയുന്നില്ല. അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരുപക്ഷെ ഈ ഒരു മയക്കുമരുന്ന് ആയിരിക്കാം അവർക്ക് അവിടെ കിട്ടുന്നുണ്ടാവുക. നമുക്കിതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും മയക്കുമരുന്നിൽ കണ്ണു നട്ടിരിക്കുന്നവർ നമ്മുടെ നാട്ടിലുമുണ്ട്. ഇതൊക്കെ ഇങ്ങോട്ട് എത്തുമോ എന്നുള്ളത് ചോദിച്ച പോലെ ഈ മനുഷ്യാവസ്ഥയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുക.
അതെ, മനുഷ്യാസ്ഥിയിൽ നിന്ന് പറയുമ്പോ നമുക്ക് അത് തന്നെയാണ് കുഴിമാടത്തിൽ കിടക്കുന്നവന് പോലും സ്വസ്ഥതയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആശ്ചര്യവും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നൊരു ആശ്ചര്യവും ഉണ്ടാവുന്നുണ്ട് നമുക്ക്.